ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുകയും ആ ചലനം അനുസരണത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്ദേശം, റേമ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. വിഷയം: ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. കുറിവാക്യം ഉൽപ്പത്തി 14:20. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. 1971 സെപ്റ്റംബർ ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ജോർദാൻ ഖാൻ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഞാൻ പോയി. എന്നെ ലില്ലി കൊണ്ടുപോയി. ഞാൻ സുവിശേഷം കേട്ട് മടങ്ങുമ്പോൾ പട്ടാള വണ്ടിയിലിരുന്ന് യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. യോഗത്തിൻ്റെ അവസാന ദിവസം സാക്ഷ്യം പറയണമെന്ന് അത്യാവശ്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം അറിയത്തില്ല എങ്കിലും ഞാനും കൈ ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 7 പേരുണ്ട്, എല്ലാവർക്കും സമയമില്ല, 5 പേർക്കേ സമയമുള്ളൂ, അതുകൊണ്ട് 5 പേര് മാത്രം കൈ ഉയർത്തണം, അത്യാവശ്യമുള്ളവർ. 6 പേര് കൈ ഉയർത്തി, അതിനകത്ത് ഞാൻ ഒന്നായിരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, 6 പേർക്ക് ഒക്കത്തില്ല, ഒരാൾ കൈ താത്തിരണം, 5 പേര് സാക്ഷ്യം പറയാം. അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് സമയം തന്നു. അറിയാൻ വയ്യായെങ്കിലും ഞാൻ സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം പഠിച്ചു: രക്ഷിക്കപ്പെടുന്നവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കണം. രക്ഷിക്കപ്പെട്ട ഒരാൾ അടുത്ത ആഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി, ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എനിക്ക് ചില ഉപദേശങ്ങൾ തന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരാൾ ചെയ്യേണ്ട ചില ആത്മീക തത്വങ്ങളുണ്ട്. 1, എന്നും വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. 2, ആരാധന മുടക്കരുത്. 3, വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കണം. 4, 5. ഞാനൊന്നുകൂടെ പറയട്ടെ. അദ്ദേഹം 5 തത്വങ്ങൾ പറഞ്ഞു, 5 വിരൽ കാണിച്ചിട്ട് പറഞ്ഞു. 1, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. 2, ആരാധന മുടക്കരുത്. 3, വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കണം. 4, സുവിശേഷം ആരോടെങ്കിലും പറയണം. 5, ദശാംശം കൊടുക്കണം. ദശാംശത്തെപ്പറ്റി അദ്ദേഹം അത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചോടാ, എനിക്ക് 450 രൂപയാണ് ശമ്പളം. 48 രൂപ ഞാൻ കൊടുക്കാൻ എനിക്ക് പ്രയാസമാണ്. കാരണം ഞാൻ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് പുതുതായിട്ട് ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. വീട്ടു ചെലവുകൾ കൂടുതലാണ്. മാത്രമല്ല 3 മാസം കൂടെ കഴിയുമ്പോൾ വീട്ടിലൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കണം. മാത്രമല്ല തണുപ്പ് കാലത്ത് മുറി ചൂടാക്കാനായിട്ട് കൽക്കരി വാങ്ങിക്കണം. എല്ലാം കൂടെ ദൈവത്തിന് കൊടുക്കുന്ന എനിക്കിഷ്ടം, എൻ്റെ പപ്പായ്ക്ക് ഇഷ്ടമായിരുന്നു, ഞാനും വെച്ച് കൊടുക്കും. പക്ഷേ ഇത്രയും കൊടുക്കാനൊക്കത്തില്ല, 10 കൊടുക്കാനൊക്കത്തില്ല. കുറച്ചുകൂടി 10, 20, 25 രൂപ കൊടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അദ്ദേഹം എനിക്ക് 3-4 മാസിക തന്നു. ഒരേ മാസികയുടെ 4 മാസത്തെ ഇഷ്യൂസ് വന്നു. ഇംഗ്ലീഷ് മാസികയാണ്. ഞാനത് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുമ്പോൾ 4-നകത്തും ദശാംശത്തെപ്പറ്റി ഒരു ലേഖനമുണ്ടായിരുന്നു. ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ദശാംശം കൊടുക്കുന്നത് ഉപദേശിക്കല്ല, ദൈവത്തിനാണ്. പള്ളിക്കല്ല, ദൈവത്തിനാണ്. മനസ്സിലെ പ്രേരണ പോലെയല്ല, കണക്ക് നോക്കി സകല വരുമാനത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞത് 10-1 അഥവാ കഴിവ് പോലെ, അതിൽ കൂടുതൽ കഴിവ് പോലെ ദൈവവേലയ്ക്ക് കൊടുക്കണം. വാസ്തവത്തിൽ ദശാംശം കണക്ക് നോക്കി 10-1 കൊടുക്കുവാൻ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു, ഞാൻ കൊടുക്കും. ഇത് ദൈവത്തിൻ്റെ മാർഗമാണ്. ദശാംശം എൻ്റെ അനുഗ്രഹത്തിൻ്റെ വിത്താണ്. വിത്ത് ഞാൻ തിന്നുകയില്ല, ദൈവത്തിൻ്റെ വേലയിൽ വിതയ്ക്കും. പ്രയാസമാണെങ്കിലും 55 രൂപ ദശാംശമായി ഞാൻ മാറ്റിവെച്ചു. അതോ 51 രൂപയാണോ ഓർക്കുന്നില്ല. 10% പിന്നെ കുറച്ചുകൂടെ ദൈവവേലയ്ക്കായിട്ട് ഞാൻ കൊടുത്തു. ഒരാഴ്ചയ്ക്കകം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ഓഫീസ് ഇൻചാർജിൻ്റെ ഞാൻ മിലിറ്ററിക്കാരുടെ ഇൻചാർജാണ്. എൻ്റെ മേൽ വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് റേഷൻ വാങ്ങിക്കാനായിട്ട് പോകണം, അവിടെ ഞാൻ നേരത്തെ പോവുകയാണ്. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഗുപ്ത പറഞ്ഞു, വർഗീസിന് എന്തോ വാങ്ങിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, അരി വാങ്ങിക്കണം. അന്നേരം പറഞ്ഞു, വർഗീസിന് ആവശ്യമായിട്ടുള്ള അരി 50 പൈസയ്ക്ക് ഞാനിവിടെ കൊണ്ടെത്തിക്കാം. 1 കിലോയ്ക്ക് 50 പൈസ. പട്ടാളത്തിലെ 62 പൈസയാണ്. 50 പൈസയ്ക്ക് അദ്ദേഹം എനിക്ക് കൊണ്ടെത്തിച്ചു. ജമ്മു കാശ്മീരിലെ ആളുകൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡൈസ് ചെയ്തിട്ട് 50 പൈസയ്ക്ക്, എനിക്ക് 50 രൂപയ്ക്ക് അദ്ദേഹം കൊണ്ടു. അത് കേട്ട് വേറൊരു ഗുപ്ത അദ്ദേഹം പറഞ്ഞു, വർഗീസിന് ആവശ്യമായ ഗോതമ്പ് മാവ് 50 പൈസയ്ക്ക് ഞാൻ വീട്ടിലെത്തിക്കാം. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. പക്ഷേ അന്നൊന്നും അവരാരും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ദശാംശം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇത് വാസ്തവത്തിൽ അത്ഭുതമാണ്. അന്നേ വരെ അവരാരും ഇത് പറഞ്ഞിട്ടില്ല.
ഇതവിടെ ഉണ്ടായിരുന്ന സപ്ലൈ ഡിപ്പോയിലെ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വർഗീസിന് എന്തോ പച്ചക്കറി വേണ്ടത്, ഞാൻ 5 രൂപ തന്നാൽ മതി, ഒരു മാസത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഞാൻ എടുത്തുതരാം. ദശാംശം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ആരുടെയും കടക്കാരനല്ല. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ദൈവം ചെലവ് കുറച്ച് തരുമെന്നാണോ? അല്ല. എനിക്ക് ദൈവം അപ്പോഴങ്ങനെ ചെയ്തു. അന്നും ഇന്നും കണക്ക് നോക്കി ഞാൻ ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കുവാൻ മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ദൈവവേലയ്ക്ക് നല്ല മണ്ണിൽ വിതയ്ക്കണം. എന്ന് പറഞ്ഞാൽ നല്ല മണ്ണിൽ എന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നവർക്ക് കൊടുക്കണം. മക്കളെയും ദശാംശം കൊടുക്കുവാൻ പഠിപ്പിക്കുക. ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ വിചാരിച്ചു നിങ്ങൾ ഒരു 50 രൂപയാണ് ഇടാൻ ആഗ്രഹിക്കുന്നത് ചർച്ചിൽ സ്തോത്ര കാഴ്ചയായിട്ട്. നിങ്ങളും ഭാര്യയും ഉണ്ട്, 2 പേര്, പിന്നെ 2 മക്കളും ഉണ്ടെന്ന് വിചാരിച്ചു. സാധാരണക്കാരെന്തോ ചെയ്യും? നിങ്ങൾ 20 രൂപ ഇടും, ഭാര്യയ്ക്കും 20 രൂപ കൊടുക്കും, 2 മക്കൾക്കും 5 രൂപ കൊടുക്കും, 50 രൂപയായി. തിരിച്ചു ചെയ്യണം. നിങ്ങൾ 5 രൂപ ഇടണം, നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് 5 രൂപ ഇടിക്കണം, മക്കളെ കൊണ്ട് 20 രൂപ അവർ കൊടുക്കാൻ പഠിക്കട്ടെ. ഞാൻ ചെയ്തതാണ് നിങ്ങളോട് പറയുന്നത്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. പഴയ നിയമകാലത്ത് ദശാംശം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ അനിവാര്യതയിലേക്കാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. ആദ്യ പല പെരുന്നാളുകൾക്ക് എപ്പിസ്കോപ്പൽ സഭകളിലെ അമ്മച്ചിമാർ ഏറ്റവും മികച്ച ഭക്ഷ്യവിഭവങ്ങളും കോഴി, ആട് മുതലായവ ദൈവത്തിന് നേർച്ചയായി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഏത്തക്കൊല, ചേമ്പ്, കിഴങ്ങ്, ബാക്കിയുള്ളതെല്ലാം. ഒരു ചാക്കോച്ചേട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച് ചർച്ചിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പശു പ്രസവിക്കുമ്പോൾ ആദ്യത്തെ കിടാവിനെ കൊടുക്കുമായിരുന്നു. കോഴി വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ കൊടുക്കുമായിരുന്നു. ദൈവത്തിന് ഏറ്റവും മികച്ചത് നൽകിയതിനാൽ ദൈവം അവരുടെ തലമുറകളെ, നമ്മുടെ അമ്മയപ്പന്മാരുടെ തലമുറകളെ ധാരാളമായി അനുഗ്രഹിച്ചു. ലോഭമില്ലാതെ കൊടുക്കുന്നവന് ധാരാളമായി ദൈവം പകരം നൽകും എന്നത് വാസ്തവമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം, കണക്ക് നോക്കി കൊടുക്കണം, നല്ല മണ്ണിൽ വിതയ്ക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.